മൊണാലിസ ലവ് ജിഹാദിൽപ്പെട്ടോ? ഏത് മൊണാലിസ? ഡാവിഞ്ചിയുടെ മൊണാലിസ? അതൊന്നുമല്ല. പ്രയാഗ്രാജിൽ വന്ന മാല വിൽപ്പനക്കാരിയായ മൊണാലിസ ഒറ്റ ഫോട്ടോ കൊണ്ട് എല്ലാവരുടെയും, ഭാരതീയരുടെ മുഴുവൻ മനസ്സ് കീഴടക്കിയതാണ്. അതെ, ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി, അവളുടെ വളരെ തിളക്കമാർന്ന കണ്ണുകൾ കൊണ്ട് ഈ പറയുന്ന ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ച ഒരു പെൺകുട്ടി. എനിക്ക് തോന്നുന്നു പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുമ്പോൾ ആ കുട്ടിക്ക് 16-17 വയസ്സേ ഉണ്ടാകുന്നുള്ളൂ. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ചിത്രം വളരെയധികം വൈറലായി. പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് മൊണാലിസ എന്ന് പറയുന്നത്. മൊണാലിസ ഭോസ്ലെ എന്നാണ് മുഴുവൻ പേര്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് പ്രയാഗ്രാജിൽ ഈ മാല വിൽപ്പനയ്ക്കായിട്ട് ആ പെൺകുട്ടി എത്തിയത്. അങ്ങനെയാണ് ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് ഒരു ചിത്രത്തിലൂടെ കയറിപ്പറ്റിയത്. പിന്നെ നിരന്തരമായിട്ട് പല പല പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും വാർത്താമാധ്യമങ്ങളിൽ ഇൻ്റർവ്യൂ വരികയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടി പ്രശസ്തയായി. പിന്നീട് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു. നമ്മുടെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ, ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറിയുടെ പരസ്യത്തിലും ഒക്കെ എത്തുകയും കേരളത്തിൽ വരികയും നിരവധി പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ചലച്ചിത്രങ്ങളിൽ, നിരവധി ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയാണ് ഈ പെൺകുട്ടി. സിനിമകളുടെ ഷൂട്ടിങ്ങിനായിട്ട് പലയിടത്തും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബവും കൂടെയുണ്ട്. ആ പെൺകുട്ടി ഒരു താരമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു സിനിമാ ഷൂട്ടിങ്ങിനായിട്ട് തിരുവനന്തപുരം പൂവാറിൽ ഈ പെൺകുട്ടി എത്തിയത് അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ്. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, ബന്ധുക്കളൊക്കെ കൂടെയുണ്ട്. അങ്ങനെ വന്നു. അവിടെ ചലച്ചിത്ര ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കവേ പെട്ടെന്ന് ഈ പെൺകുട്ടി തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. കൂടെ ഒരു ചെറുപ്പക്കാരനുമുണ്ട്. അതാണ് ഈ ലവ് ജിഹാദിന്റെ കഥ. അതായത് ഈ പെൺകുട്ടി എത്തുന്നത് ഒരു ചെറുപ്പക്കാരൻ, ഫർമാൻ ഖാൻ എന്ന് പറയുന്ന ആളിനൊപ്പമാണ്. അപ്പോഴാണ് ഈ പറയുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. ഈ പയ്യൻ എന്ന് പറയുന്നത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ടതാണ്. ഈ പയ്യൻ മഹാരാഷ്ട്ര സ്വദേശിയാണ്, ഫർമാൻ ഖാൻ എന്ന് പറയുന്നത്. ഈ പെൺകുട്ടി മധ്യപ്രദേശിലെ ഇൻദോറുകാരി. ഇവർ തമ്മിൽ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ ഈ ഫർമാൻ ഖാൻ പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലാവുന്നു. രണ്ടുപേരും തമ്മിൽ സൗഹൃദം വരുന്നു. പിന്നീട് ആ നിരന്തര സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നു. പെൺകുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സ് തികഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞാൽ ഭാരതത്തിൽ ഒരു വിവാഹപ്രായമായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിവാഹപ്രായമായിരിക്കുന്നു, 18 വയസ്സായിരിക്കുന്നു. പെൺകുട്ടി പറയുന്നു, തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞു, എനിക്ക് ഉത്തരേന്ത്യയിലോ മറ്റേതെങ്കിലും പ്രദേശത്താണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനും വിവാഹം കഴിക്കാനും കഴിയില്ല. കേരളത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നടത്താൻ അനുവദിക്കണം. അച്ഛൻ വേറെ വിവാഹം ആലോചിക്കുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നതാണ് ഈ പെൺകുട്ടി ലവ് ജിഹാദിൽ പെട്ടു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പ്രണയത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ലവ് ജിഹാദ് എന്ന് പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പ്രണയമാണെങ്കിൽ, പക്ഷേ ഈ പ്രണയത്തിൽ വരുന്ന ആൾക്കാർക്ക് മതം മാറുന്നത് എന്തിനാണ്? കേരളത്തിലെ മാധ്യമ മേഖലയിലടക്കം നമുക്ക് വെല്ലുവിളിക്കാം. മാധ്യമ മേഖലയിലടക്കം നിരവധി പെൺകുട്ടികളെ ചില മാധ്യമ പ്രവർത്തകർ, പല അരയും മുക്കാലും ഒക്കെ ആയിട്ട് ചാനലുകളുണ്ടല്ലോ, അവിടെ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ വിവാഹം കഴിച്ച് മതം മാറ്റിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അവർ മറ്റു മതത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആയിട്ടുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നു. ശേഷം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയവും ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സും സുഡാപ്പി രാഷ്ട്രീയവും ഒക്കെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഈ പെൺകുട്ടികളെയും അവരുടെ കുടുംബത്തെ അടക്കം മതം മാറ്റിയത് കഥ. ഞാൻ ചോദിക്കുന്നത്, രണ്ടുപേർ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. സ്വാഭാവികമായിട്ടും അവര് ഭർത്താവ് അനുഷ്ഠിക്കുന്നത് ഏത് മതാചാരമാണോ അതിലേക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റമാണെങ്കിലും അതിനെയൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ? അതങ്ങനെയാ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു മതം മാറ്റം വരുന്നത്. മതം മാറേണ്ട ആവശ്യമുണ്ടോ? ഭർത്താവിന്റെ മതത്തിലേക്ക് തന്നെ മാറണമെന്ന് നിർബന്ധം എന്താണ്? പെൺകുട്ടികളുടെ മതത്തിലേക്ക് മാറി വന്നൂടെ? അല്ല, അവർക്ക് സ്വയം തോന്നുന്നതാണ്. ആണധികാരത്തിന്റെ കീഴിൽ ഒരാൾ മതം മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാര്യം പ്രജിതയോട് ചോദിക്കട്ടെ. പ്രജിത ഒരാളുമായിട്ട് പ്രണയത്തിലായിന്നിരിക്കട്ടെ, ഇപ്പൊ വിവാഹിതയാണല്ല, ശരി, ഞാനിങ്ങനെ സാങ്കല്പികമായി ചോദിക്കുന്നു. ഒരു പ്രണയത്തിലായി, യഥാർത്ഥമായ പ്രണയമാണ്, വിവാഹിതയല്ല, യഥാർത്ഥമായ പ്രണയമാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അയാൾ പറയുകയാണ്, നമുക്ക് വിവാഹം കഴിക്കാം. വിവാഹത്തിന് ശേഷം മതം മാറണമെന്ന് ആദ്യമേ പറഞ്ഞാൽ നമുക്ക് എതിർക്കാം. വിവാഹത്തിന് ശേഷമാണ് പറയുന്നത് മതം മാറണം, എൻ്റെ മതത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുമോ? അത് അംഗീകരിക്കാൻ കഴിയില്ല. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മൊണാലിസയുടെയും ഫർമാൻ ഖാൻ്റെയും കാര്യത്തിൽ അത് സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ മുൻ ഉദാഹരണങ്ങൾ ഇത്തരത്തിലാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത്.
ഉത്തരേന്ത്യയിൽ ഒക്കെ ആണെങ്കിൽ വീട്ടുകാർ പറയുന്നുണ്ട് നിനക്ക് നല്ല അനുയോജ്യനായിട്ടുള്ള ഭർത്താവിനെ, നല്ല നമ്മുടെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് ഒത്തുപോകുന്ന ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പിതാവ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ പോലീസ് ഇയാളെ പിന്തിരിപ്പിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പോലീസ് ഇയാളെ അച്ഛനെ അമ്മയും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മതം വിട്ട് പോകുന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ഉന്നയിച്ച് കാണണം. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ ഈ നിയമം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു, മാതാപിതാക്കൾ പറഞ്ഞു വിട്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പോലീസ് മാതാപിതാക്കളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിടുന്നു. പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞത് കൊണ്ട് പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുന്നു. 18 വയസ്സ് കഴിഞ്ഞാൽ ഈ പറയുന്ന ജീവിതത്തിനെ പറ്റിയിട്ട് പൂർണ്ണ ബോധ്യം ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ ആ പെൺകുട്ടി എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കുമോ? നമുക്ക് പറയാം, നമ്മൾ അനലൈസ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ അത് അങ്ങനെ മാറണം എന്നൊന്നും അല്ല. 18 വയസ്സ് എന്ന് പറയുമ്പോൾ ടീനേജ് ആണ്. അപ്പോഴും നമുക്ക് കൗമാരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നും. അതെ, അത് ശരിയാണ് എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നും. നമ്മൾ രണ്ടുപേരും ഈ പ്രായം കഴിഞ്ഞു വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ഓരോ പ്രായത്തിലും നമ്മൾ എടുത്ത തീരുമാനങ്ങൾ പിന്നീട് അത് വേണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ള അവസരങ്ങൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും സ്വാഭാവികമല്ലേ അത് പിന്തിരിപ്പിക്കില്ലേ? അതെ, സ്വാഭാവികമായിട്ട് പിന്തിരിപ്പിക്കും. അങ്ങനെ ഒരു അവസരത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പെൺകുട്ടി ചെല്ലുന്നത്. അവൾക്ക് ഈ പയ്യനെ കല്യാണം കഴിച്ചാൽ മതിയാവുകയുള്ളൂ എന്നാണ്. നാളെ നമ്മളതൊന്നും കുറ്റമൊന്നും പറയുന്നില്ല, ലവ് ജിഹാദാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. എന്താ ആവട്ടെ, ഈ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം, തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, ശരി, സമ്മതിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം പ്രസക്തമല്ലേ? നാളെ ഈ പെൺകുട്ടി വിവാഹം കഴിച്ചതിന് ശേഷം മതം മാറില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ? ഈ പറയുന്ന ഇത് ലവ് ജിഹാദൊന്നുമില്ല, കേരള സ്റ്റോറി അല്ല, ഇവിടെ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് ഒരു പൊങ്കാലയിട്ട മുസ്ലിം പെൺകുട്ടിയെ സൈബർ ആക്രമണം നടത്തിയ നാടാണ് സാറേ ഇത്, ഇല്ലേ? ഒരു മുസ്ലിം പെൺകുട്ടി പൊങ്കാലയിട്ടപ്പോൾ അവളുടെ പേജിൽ പോയി ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തവരുടെ നാടാണിത്. ആ നാട്ടിൽ ഈ പറയുന്ന പ്രബുദ്ധരായിട്ടുള്ള ഇവിടുത്തെ വെറും ജിഹാദികളാണല്ലോ ഇവിടുത്തെ പ്രബുദ്ധർ, അവരാണല്ലോ വലിയ കക്ഷികൾ. അപ്പോൾ ഇവന്മാർക്ക് പറയാൻ കഴിയുമോ ഈ പെൺകുട്ടിയെ മതം മാറ്റില്ല എന്നുള്ളതിന് ഉറപ്പ് പറയാൻ പറ്റുമോ? മതമല്ല വലുത് എന്ന് അവർ പറയണം. പ്രണയമാണ് വലുത്, സ്നേഹബന്ധമാണ് വലുതെങ്കിൽ മതം മാറ്റരുത്. ആ പെൺകുട്ടി മരിക്കും വരെ അവളുടെ വിശ്വാസം ജീവിക്കണം. കഴിയുമോ? അതൊരിക്കലും ആർക്കും പറയാൻ കഴിയില്ല. അതാണ്. അപ്പോൾ ലവ് ജിഹാദ് ഉണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും, ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. അതാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇവിടെ നടക്കുന്ന പ്രണയത്തിൻ്റെ രാസപ്രവർത്തനത്തിന് പിന്നിലെ വസ്തുത ലവ് ജിഹാദാണ് എന്ന് പറയേണ്ടി വരും. അത് അല്ല എന്ന് നിഷേധിക്കാനായിട്ട് പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഒരു ജിഹാദികൾക്കും കഴിയില്ല, ഇവിടുത്തെ ഒരു മതേതരവാദിക്കും കഴിയില്ല, ഇവിടുത്തെ ലെഫ്റ്റിസ്റ്റിനും കഴിയില്ല, ഇവിടുത്തെ നിഷ്പക്ഷമതികൾക്കും കഴിയില്ല. അപ്പോൾ ഇവിടെ ലവ് ജിഹാദുണ്ട്, അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെ കൂടുതൽ മുറുകെ പിടിക്കും. മാധവിക്കുട്ടിയുടെ കഥയൊന്നും മറന്നിട്ടില്ലല്ലോ. മാധവിക്കുട്ടിയുടെ കഥ എന്താ സംഭവിച്ചത്? പരസ്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് അവർ. ഇന്ന ആളാണ് എന്നെ പീഡിപ്പിച്ചത്, എന്നെ പറഞ്ഞ് പറ്റിച്ച് മതം മാറ്റി വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് മതം മാറ്റിയിട്ട് ഈ പറയുന്ന മതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വസ്തുതകളെല്ലാം അവിടെ നിൽക്കുന്നു. സമദാനിയാണ് മതം മാറ്റിയ ആളെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വസ്തുത അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് നിൽക്കുമ്പോൾ, ആ വസ്തു നിൽക്കുമ്പോൾ ഇവിടെ കേരളത്തിൻ്റെ പ്രബുദ്ധ ജനത പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മതേതരത്വ മണ്ടന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മതേതരത്വ ഹിന്ദുക്കളാണ് കേട്ടോ മതേതര മണ്ടന്മാർ. ആ ഹിന്ദുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ ലവ് ജിഹാദ് ഇല്ല. ഇത്തരം മതേതരത്വം എന്നൊന്നും നമുക്ക് നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റില്ല. ഇല്ല, മതേതരത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ മതേതരത്വം ഉണ്ടെങ്കിൽ ഒരു പള്ളിയുടെ മുറ്റത്ത് ഉത്സവം നടത്താനും സമ്മതിക്കണം. അല്ലാതെ അത് വിഷുക്കണി വയ്ക്കാൻ, ഒരു ദീപാവലി ആഘോഷിക്കാൻ കഴിയുമോ? ദഫ്മുട്ട് ഇഫ്താർ മാത്രമേ അമ്പലത്തിന് മുന്നിൽ നടക്കുകയുള്ളൂ, അത് ആഘോഷിക്കാം. ഗണഗീതം പോലും അമ്പലത്തിൽ നിഷിദ്ധമാണ്. അതെ, അതുപോലും പോലീസ് നോട്ടീസ് കൊടുക്കും, പോലീസ് ഓർഡറിൽ മാത്രം നടത്തേണ്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന കേരളത്തിലാണ് മതേതരത്വം ഉണ്ടെന്ന് പറയുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പൊങ്കാലയിടാൻ കഴിയാത്ത സ്ഥിതി, ഇവിടെയാണ് മതേതരത്വം ഉണ്ടെന്ന്. ഒറ്റ സെക്കൻഡിൽ മതേതരത്വം തകർന്നു. അത് ഒറ്റ സെക്കൻഡിൽ. അവിടെ പാളയം ഇമാമിൻ്റെ വിശാല ബുദ്ധിയൊന്നും വർക്കാവുന്നില്ല. അവിടെയൊക്കെ അപ്പോൾ ഇസ്ലാമിൻ്റെ ഇടുങ്ങിയ ഒരു സങ്കേതങ്ങളുണ്ടല്ലോ, അതിലേക്ക് എടുത്ത് ചുരുക്കി വയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെ ആ ഇടുക്കുകൾ മാത്രം കണ്ടെത്തി അതിലേക്ക് മാത്രം നുഴഞ്ഞു കയറി ഒളിച്ചിരിക്കുന്ന സംവിധാനങ്ങളിൽ നിന്ന് വിശാല ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇവർക്ക് കഴിയില്ല. പലർക്കും അത് ബഹുഭൂരിപക്ഷത്തിനും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ മൊണാലിസ ഭോസ്ലെ എന്ന് പറയുന്ന പെൺകുട്ടി ഫർമാൻ ഖാനോടൊപ്പം കഴിയാൻ തീരുമാനിക്കുന്നു, പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ഇതുവരെയാണ് കഥ. ഇനി അങ്ങോട്ട് കഥ കഴിയുമോ എന്നുള്ളതാണ്
ഉറ്റുനോക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയ പറയുന്ന ലവ് ജിഹാദ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഏറെക്കുറെ സമ്മതിക്കേണ്ടി വരും. നമുക്ക് വാദത്തിന് വേണ്ടിയല്ല ജനാധിപത്യമാണ്, സ്വാതന്ത്ര്യമാണ്, മതനിരപേക്ഷതയാണ്, പ്രണയമാണ് എന്നൊക്കെ പറയാമെങ്കിലും അതൊക്കെ വെറും പൊയ്മുഖങ്ങളായിട്ട് തകർന്നടിയുകയും പിന്നീട് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സിറിയയിലേക്ക് ആടുമേയ്ക്കാൻ കയറ്റിവിട്ടവരുടെ എണ്ണത്തിൽ ഒന്നായി ചുരുങ്ങുകയും ചെയ്യാതിരിക്കട്ടെ എന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ. അതല്ല, അതിലേക്ക് തന്നെ ചുരുങ്ങി പോവുകയാണെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിലപിക്കാനല്ലാതെ ഈ നാട്ടിലെ നിലവിലെ സംവിധാനത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും മൊണാലിസയുടെ കാര്യം എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് നിരന്തരമായി എത്തിക്കുന്ന ഇന്ത്യ ലൈവാണ്. ആ ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.